ഹിസ്റ്ററി ക്ലബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. +2 ചരിത്രത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. പൊതുപരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിവ. ഹിസ്റ്ററി പരീക്ഷയിൽ 100% മാർക്ക് നേടാൻ ഇത് നിങ്ങളെ സഹായിക്കും. തുടർന്നുള്ള വീഡിയോകളിൽ മറ്റ് അധ്യായങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകുന്നതായിരിക്കും. ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രത്യേകം വീഡിയോയിൽ കൂടി നൽകുന്നതായിരിക്കും. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം. ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകുന്നത്. തീം ഫസ്റ്റ്: ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. ചോദ്യം: എക്സ്പ്ലെയിനിങ് ടൗൺ പ്ലാനിംഗ് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ മോഹൻജദാരോ. 8 സ്കോറിൻ്റെ ചോദ്യമാണിത്. അതായത് മോഹൻജദാരോയിലെ നഗര ആസൂത്രണത്തെക്കുറിച്ച് ഒരു എസ്സെ എഴുതാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. സിറ്റാഡൽ, ലോവർ ടൗൺ, ഡ്രെയിനേജ് സിസ്റ്റം, ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ. ഇതൊക്കെ ആണ് നമ്മൾ വിവരിക്കേണ്ടത്. റിപ്പീറ്റായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുൻകാലങ്ങളിലെ പൊതുപരീക്ഷയിൽ ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് എന്താണ് ഇതിന് ഉത്തരം നൽകേണ്ടതെന്ന് പരിശോധിക്കാം. ഹരപ്പ, എ പ്ലാൻഡ് urban center. The most unique feature of the Harappan civilization was the development of urban cities. Mohenjo-daro is the best example of their town planning. The entire city was divided into 2 parts, citadel and lower town. മോഹൻജദാരോ ഒരു ആസൂത്രിത നഗരം. ഹരപ്പൻ സംസ്കാരം ഒരു നാഗരിക സംസ്കാരമായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ നഗര ആസൂത്രണമാണ്. മോഹൻജദാരോയിലെ നഗര ആസൂത്രണം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. നഗരത്തെ 2ആയി തിരിക്കാം. സിറ്റാഡൽ, കീഴ്പട്ടണം. Citadel means raised artificial platform built with mud bricks. It contains many building structures. In Harappa and Mohenjo-daro, citadel protected with brick wall. Citadel ഉയർത്തി നിർമ്മിച്ച പ്രദേശത്തെയാണ് സിറ്റാഡൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഹാരപ്പയിലും മോഹൻജദാരോയിലെയും സിറ്റാഡലിനെ സംരക്ഷിക്കാനായി ഇഷ്ടിക കൊണ്ട് മതിൽ പണിതിരുന്നു. The warehouse or granary. The largest building structure is granary, situated on the citadel mount of Mohenjo-daro. The granary built with bricks. It may be used for preserving food grains. കലവറ. സിറ്റാഡലിലെ ഏറ്റവും വലിയ നിർമ്മിതി ഒരു കലവറയായിരുന്നു, അഥവാ ഗ്രാനറി ആയിരുന്നു. ഇഷ്ടിക കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ധാന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം. ഗ്രേറ്റ് ബാത്ത് was most important public place of Mohenjo-daro, situated on the citadel mount. Great Bath was a large rectangular tank in a courtyard, surrounded by corridor on all 4 sides. There were steps on the north and south leading to the bottom. It was built with burnt bricks. There were rooms on 3 sides, in one of which was a large well, which could be emptied by a drain. Scholars suggest that it was meant for some kind of a special ritual bath. വലിയ കുളിപ്പുര. മോഹൻജദാരോയിലെ സിറ്റാഡൽ മൗണ്ടിലെ പ്രധാന പൊതുസ്ഥലമാണ് ഗ്രേറ്റ് ബാത്ത് അഥവാ വലിയ കുളിപ്പുര. വലിയ കുളിപ്പുര ദീർഘചതുരത്തിലുള്ള ഒരു കുളമാണ്. വടക്ക് നിന്നും തെക്ക് നിന്നും കുളത്തിലേക്ക് ഇറങ്ങാൻ പടികൾ ഉണ്ടായിരുന്നു. ഇത് ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ 3 ഭാഗത്തും കുളിമുറികൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിൽ ഒരു കിണറും ഉണ്ടായിരുന്നു. വെള്ളം ഒഴുക്കിവിട്ട് കുളം വറ്റിക്കാൻ കഴിയുമായിരുന്നു. അവരുടെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് സ്നാനത്തിനായിരുന്നു ഈ കുളം ഉപയോഗിച്ചതെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു.
Lower town. Below the citadel lay a lower town. It was well-planned residential area. It contained brick houses. The lower town also walled. Old city was planned according to grid system or chessboard system. Main street running north to south and cross street cut in right angle. Thus, entire city was divided into many blocks. കീഴ്പട്ടണം. സിറ്റാഡലിന് താഴെയാണ് കീഴ്പട്ടണം. നന്നായി ആസൂത്രണം ചെയ്ത താമസ സ്ഥലമാണ് ഇത്. വീടുകൾ നിർമ്മിച്ചത് ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ടാണ്. കീഴ്പട്ടണവും ഭിത്തി നിർമ്മിച്ച് സംരക്ഷിച്ചിരുന്നു. നഗരം ആസൂത്രണം ചെയ്തത് ഗ്രിഡ് സമ്പ്രദായ പ്രകാരമായിരുന്നു, അല്ലെങ്കിൽ ചെസ് ബോർഡ് സമ്പ്രദായമെന്ന് പറയാം. പ്രധാന വീഥികൾ വടക്ക് നിന്നും തെക്കോട്ട് നിർമ്മിച്ചിരുന്നു. ചെറിയ റോഡുകൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്നു. അങ്ങനെ നഗരം മുഴുവൻ പല പല ബ്ലോക്കുകളായി തിരിക്കുന്നു. ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ. Many houses were centered on a courtyard with rooms on all sides. Courtyard was center of all activities such as cooking and weaving. There was no windows in ground level. The main entrance does not give a direct views of the interior or the courtyard. Every house had its own bathrooms paved with bricks, with drains connected through the well to the street drain. Some houses have remains of staircases to reach a second story or the roof. Many houses had wells. ഗൃഹനിർമ്മാണം. മിക്ക വീടുകൾക്കും ഒരു നടുമുറ്റം ഉണ്ടായിരുന്നു. ഈ നടുമുറ്റത്തിന് ചുറ്റുമായിരുന്നു മുറികൾ. നടുമുറ്റം പ്രവർത്തന കേന്ദ്രമായിരുന്നു. പാചകം, നെയ്ത്ത് മുതലായവ. വീടുകൾക്ക് ജനലുകൾ ഉണ്ടായിരുന്നില്ല. പുറമേ നിന്ന് നോക്കിയാൽ വീടിൻ്റെ അകമോ നടുമുറ്റമോ കാണില്ലായിരുന്നു. എല്ലാ വീടുകൾക്കും കുളിമുറികൾ ഉണ്ടായിരുന്നു. കുളിമുറികൾ ഇഷ്ടിക പാകിയതായിരുന്നു. ബാത്റൂമിൽ നിന്നും മൺപൈപ്പ് ഉപയോഗിച്ച് മലിനജലം പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. ചില വീടുകൾക്ക് സ്റ്റെയർ കേസുകൾ ഉണ്ടായിരുന്നു. വീടുകൾക്ക് ഒന്നിൽ കൂടുതൽ നിലകൾ ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കാം. The drainage system. Harappan cities had excellent drainage system. There was a common drainage system for all the city. Wastewater flow from houses to street which had drain. These drains were covered with bricks and stone slabs. They given importance to health and hygiene. Existence of a strong centralized administration. Their engineering skill. അഴുക്കുചാൽ സംവിധാനം. ഹാരപ്പൻ നഗരങ്ങൾക്ക് നല്ലൊരു അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. നഗരത്തിന് പൊതുവായി ഒരു അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചു. അവർ ആരോഗ്യത്തിനും ശുചിത്വത്തിനും പ്രാധാന്യം നൽകിയിരുന്നു. ശക്തമായ കേന്ദ്ര ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അവരുടെ നിർമ്മാണ വൈദഗ്ധ്യം കാണാൻ വേണ്ടി കഴിയും. അടുത്ത ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഇൻഡസ് വാലി പീപ്പിൾ വെയർ എക്സലന്റ് ഇൻ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. കരകൗശല ഉൽപാദനത്തിൽ സിന്ധു നദീതട വാസികൾ വളരെ പ്രാവീണ്യമുള്ളവരായിരുന്നു. അത് നമ്മൾ സമർത്ഥിക്കാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടു സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ആൻ എസ്സേ. ഒരു എസ്സേ രൂപത്തിൽ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏരിയാസ് ടു ബി ഇൻക്ലൂഡഡ്. ഏതൊക്കെ മേഖലകളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നും കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ എവിഡൻസസ്, സെൻറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊക്യൂർഡ് മെറ്റീരിയൽസ്. എവിടെ നിന്നൊക്കെയാണ് നമുക്കിത് കണ്ടുകിട്ടിയിട്ടുള്ളത്? സെൻറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എഴുതണം. അതുപോലെ തന്നെ ആർക്കിയോളജിക്കലായിട്ടുള്ള തെളിവുകൾ വേണം. പ്രൊക്വേർഡ് മെറ്റീരിയൽസ്, എവിടെ നിന്ന് ഈ വസ്തുക്കൾ, അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ എഴുതേണ്ടതുണ്ട്. ഇതേ തരത്തിലുള്ള ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് ഉത്തരം എഴുതേണ്ടത് എന്ന് പരിശോധിക്കാം. ഫൈൻഡിങ് ഔട്ട് എബൌട്ട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. ഫൈൻഡിങ് ഔട്ട് എബൌട്ട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. ചാൻഹുദാരോ വാസ് ദ മെയിൻ സെൻറ്റർ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ.
bead making, shell cutting, metal working, seal making, and weight making. The variety of materials used for making craft production: stone, metal, shell, and clay, or terracotta or burnt clay. Stones: carnelian, jasper, crystal quartz, and steatite. Metal: copper, bronze, and gold. Some beads were made of two or more stones, cementing together, some stones with gold caps. The shape were numerous: disc, cylindrical, spherical, barrel. കരകൗശല ഉൽപാദനം കണ്ടെത്തൽ. ചൻഹുദാരോ ഒരു കരകൗശല ഉൽപാദന കേന്ദ്രമായിരുന്നു. മുത്ത് നിർമ്മാണം, ചിപ്പി കൊണ്ടുള്ള വസ്തുക്കളുടെ നിർമ്മാണം, ലോഹങ്ങൾ കൊണ്ടുള്ള നിർമ്മാണം, മുദ്ര നിർമ്മാണം, തൂക്കക്കട്ടി നിർമ്മാണം എന്നിവയായിരുന്നു പ്രധാന കരകൗശല നിർമ്മാണങ്ങൾ. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ പല വസ്തുക്കളും ഉപയോഗിച്ചിരുന്നു. കല്ലുകൾ: ഇന്ദ്രഗോപക്കല്ല്, സൂര്യകാന്തക്കല്ല്, സ്ഫടികക്കല്ല്, വെണ്ണക്കല്ല്. ലോഹങ്ങൾ: ചെമ്പ്, വെങ്കലം, സ്വർണം. ചിപ്പികൾ: കളിമണ്ണ്. ചില മുത്തുകൾ ഒന്നിലധികം കല്ലുകൾ ചേർത്ത് ഉണ്ടാക്കിയിരുന്നു. ആകൃതി വ്യത്യസ്തമായിരുന്നു. ഡിസ്ക്, സിലിണ്ടർ, ബാരൽ ആകൃതിയിലുള്ള മുത്തുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ചില മുത്തുകൾ പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയിരുന്നു. ടെക്നിക് ഫോർ മേക്കിംഗ് ബീഡ്സ്. steatite, very soft stone, very easy to work. Some beads were molded out of a paste made with steatite powder. It is easy to make different shapes. Second, carnelian, red color of carnelians obtained by firing the yellowish raw materials. Stages of production: grinding, polishing, drilling. Specialized drill have been found at Chanhudaro, Lothal, Dholavira. Shell objects: Nageshwar and Balkot. Both settlements are near the coast. These were the specialist centers of making shell objects: bangles, ladles, and inlay. Finished objects were taken to the large urban centers such as Mohenjo-daro and Harappa. മുത്തുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ. വ്യത്യസ്ത വസ്തുക്കൾ കൊണ്ട് മുത്തുകൾ നിർമ്മിച്ചിരുന്നു. വെണ്ണക്കല്ല് വളരെ മൃദുവായ കല്ലാണ്. വെണ്ണക്കല്ലിൻ്റെ പൊടി കൊണ്ട് പേസ്റ്റ് ഉണ്ടാക്കി വിവിധ ആകൃതിയിലുള്ള മുത്തുകൾ നിർമ്മിച്ചിരുന്നു. ഇന്ദ്രഗോപക്കല്ല് മഞ്ഞ അസംസ്കൃത വസ്തു തീയിൽ ചൂടാക്കി ചുവന്ന നിറമുള്ള കല്ലാക്കി മാറ്റി. മുത്ത് നിർമ്മാണത്തിലെ ഘട്ടങ്ങൾ: രാകുക, മിനുസപ്പെടുത്തുക, തുളകൾ ഉണ്ടാക്കുക. ചാൻഹുദാരോ, ലോത്തൽ, ധോളവീര ചിപ്പി നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു. നാഗേശ്വർ, ബാലാക്കോട്ട് തീരപ്രദേശത്തായി. ഈ രണ്ട് കേന്ദ്രങ്ങളും തീരപ്രദേശത്തായിരുന്നു. ചിപ്പി കൊണ്ട് നിർമ്മിക്കുന്ന പ്രധാന വസ്തുക്കളായിരുന്നു തവി, വളകൾ എന്നിവ. ചാൻഹുദാരോ, ലോത്തൽ എന്നീ കേന്ദ്രങ്ങളിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ ഹാരപ്പയിലേക്കും മോഹൻജദാരോയിലേക്കും കൊണ്ടുപോയിരുന്നു. ഐഡന്റിഫൈയിങ് സെന്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. In order to identifying centers of craft production, archaeologists usually look for following. First one, raw materials: stone, noodles, shells, copper wire. Second, tools. Third, unfinished objects. Fourth, rejects and waste materials. Waste is one of the indication of craft works. For instance, if shell or stone is cut to make objects, then pieces of these materials will be discarded as a waste at the place of production. ഉൽപാദന കേന്ദ്രങ്ങൾ തിരിച്ചറിയാൻ. ഉൽപാദന കേന്ദ്രങ്ങൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ: അസംസ്കൃത വസ്തുക്കൾ, കൽപിണ്ഡങ്ങൾ, ചിപ്പികൾ, ചെമ്പ്, അയിര്. ഉപകരണങ്ങൾ: പൂർത്തീകരിക്കാത്ത വസ്തുക്കൾ, ഉപേക്ഷിക്കപ്പെട്ടവ, ഉപയോഗശൂന്യമായവ. ഇവയെല്ലാം പരിശോധിച്ചാണ് ഉൽപാദന കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നത്. സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്യൂറിംഗ് മെറ്റീരിയൽസ്. എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ക്രാഫ്റ്റ്.
while some such as clay were locally available. Many such as stone, timber and metal to be procured from outside. Transportation: bullock, river road, coastal road. Terracotta toy models of bullock carts have been discovered. Picture of sheep depicting on seal have been discovered. അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ. കരകൗശല ഉൽപാദനത്തിന് ധാരാളം വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. കളിമണ്ണ് പോലുള്ള വസ്തുക്കൾ പ്രാദേശികമായി ലഭ്യമായിരുന്നു. എന്നാൽ വിലപിടിച്ച കല്ലുകൾ, മരത്തടികൾ, ലോഹങ്ങൾ എന്നിവ പുറമേ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. ഗതാഗത മാർഗങ്ങൾ: കാളവണ്ടി, നദീമാർഗം, തീരപ്രദേശത്തു കൂടിയുള്ള യാത്ര. കളിമണ്ണിൽ ചുട്ടെടുത്ത കാളവണ്ടിയുടെ രൂപങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. കലപ്പയുടെയും ബോട്ടിൻ്റെയും ചിത്രങ്ങൾ പതിപ്പിച്ച സീലുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. മെറ്റീരിയൽസ് ഫ്രം ദ സബ് കോണ്ടിനെന്റ് ആൻഡ് ബിയോണ്ട്. The Harappan procured materials for craft production in various ways. First one, establishment of settlements. They established settlements such as Nageshwar and Balakot where shell was available. Shortugai, the best source of lapis lazuli. Lothal, near source of carnelian. Steatite from Rajasthan and North Gujarat and metal from Rajasthan. Sending expedition Gathri region of Rajasthan, South India for gold. ഉപഭൂഖണ്ഡത്തിൽ നിന്നും അതിന് പുറത്തു നിന്നും ശേഖരിച്ച വസ്തുക്കൾ. ഹാരപ്പൻ ജനത കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ അസംസ്കൃത വസ്തുക്കൾ പല മാർഗത്തിൽ കൂടിയും നേടിയിരുന്നു. ഒന്ന്, അധിവാസ കേന്ദ്രങ്ങളുടെ സ്ഥാപനം. അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകുന്ന സ്ഥലത്ത് അധിവാസ കേന്ദ്രങ്ങൾ അവർ സ്ഥാപിച്ചു. നാഗേശ്വർ, ബലാക്കോട്ട് ചിപ്പികൾ ലഭിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഷോട്ടുകായി ഇന്ദ്രനീലക്കല്ല് ലഭ്യമായിരുന്നു. ലോത്തലിൽ ഇന്ദ്രഗോപക്കല്ല് ലഭ്യമായിരുന്നു. രാജസ്ഥാനിലും നോർത്ത് ഗുജറാത്തിലും വെണ്ണക്കല്ല് ലഭ്യമായിരുന്നു. രാജസ്ഥാനിൽ ചെമ്പ് ലഭ്യമായിരുന്നു. ഇവിടങ്ങളിൽ അധിവാസ കേന്ദ്രങ്ങൾ അവർ സ്ഥാപിച്ചു. 2, പര്യടനങ്ങൾ സംഘടിപ്പിക്കുക. രാജസ്ഥാനിലെ ഖേത്രി ഖനിയിൽ നിന്ന് ചെമ്പ് കൊണ്ടുവന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നും സ്വർണവും അവർ ശേഖരിച്ചു. കോണ്ടാക്ട് വിത്ത് ഡിസ്റ്റന്റ് ലാൻഡ്. ഹാരപ്പൻ procured raw materials for craft production by long distance trade. Recently, archaeologists suggest that copper was probably brought from Oman. Chemical analysis have shown that both the Omani copper and Harappan artifacts have traces of nickel. It is suggesting common origin. Mesopotamian copper artifacts also contain nickel. A large Harappan jar has been found at Oman sites. Mesopotamian texts refer to copper coming from a region called Meghan, perhaps a name for Oman. Harappan seals, weights, dies, and beads have been discovered from Mesopotamian sites. This is a strong indication of trade relation between Harappa and Mesopotamia. Mesopotamian texts mention contact with regions named Dilmun, probably Bahrain, Meluha, possibly the Harappan side. They mention the product from Meluha: carnelian, lapis lazuli, copper, gold, and the varieties of wood. Mesopotamian records refer to Meluha as a land of seafarers. Besides, we find depiction of ships and boats on seals. വിദൂര നാടുകളുമായുള്ള ബന്ധം. ഹാരപ്പക്കാർക്ക് വിദൂര നാടുകളുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. ഒമാനിൽ നിന്നും ചെമ്പ് കൊണ്ടുവന്നിരുന്നു. ഒമാനിൽ നിന്ന് വലിയൊരു ഹാരപ്പൻ ഭരണി കണ്ടെടുത്തിട്ടുണ്ട്. മെസോപ്പൊട്ടോമിയയിലേക്ക് ചെമ്പ് കൊണ്ടുവന്നത് മെഖാനിൽ നിന്നാണെന്ന് മെസോപ്പൊട്ടോമിയൻ നിന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട്, രേഖകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഹാരപ്പയും മെസോപ്പൊട്ടോമിയയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് തെളിവാണിത്. മെസോപ്പൊട്ടോമിയൻ കൃതികളിൽ പരാമർശിക്കുന്ന പ്രദേശങ്ങളായ ദിൽമൂൺ, ബഹ്റിൻ ആയിരിക്കാം.
മെലുഹ ഹാരപ്പൻ പ്രദേശമാണെന്ന് കരുതുന്നു. മെലുഹയിൽ നിന്ന് ഇന്ദ്രഗോപക്കല്ല്, ഇന്ദ്രനീലക്കല്ല്, ചെമ്പ്, സ്വർണം, മരത്തടികൾ എന്നിവ ഇറക്കുമതി ചെയ്തതായി മെസോപ്പൊട്ടോമിയൻ രേഖകളിൽ പറയുന്നുണ്ട്. മെലുഹ സമുദ്ര സഞ്ചാരികളുടെ നാട് എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. ഹരപ്പ, ഒമാൻ, ബഹ്റൈൻ, മെസോപ്പൊട്ടോമിയ ഇവ പരസ്പരം ഒരു സമുദ്ര വ്യാപാരം നിലനിന്നിരുന്നു എന്ന് കരുതാം. അടുത്ത ചോദ്യം പരിശോധിക്കാം. ഗിവ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സ്ക്രിപ്റ്റ്. ഹാരപ്പൻ ലിപിയുടെ 2 സവിശേഷതകൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഹാരപ്പൻ ലിപി എന്താണെന്ന് പരിശോധിക്കാം. ആൻ എനിഗ്മാറ്റിക് സ്ക്രിപ്റ്റ്, ഒരു നിഗൂഢ ലിപിയാണെന്ന് നമ്മൾ ആദ്യം തന്നെ എഴുതണം. ഹാരപ്പൻസ് ഇൻവെന്റഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. It has not been deciphered so far. Most of the inscriptions are recorded on seals and contain few words. Script is not alphabetic but pictographic. Most of the inscriptions are short, the longest containing about 26 signs. It contains somewhere between 375 and 400 signs. Script was written from right to left. Variety of objects on which writing has been found: seals, copper tools, rims of jar, copper and terracotta tablets, jewelry, bone rods, even an ancient signboard. ലിപികൾ, എഴുത്തുവിദ്യ. ഹാരപ്പക്കാർക്ക് എഴുതാൻ അറിയാമായിരുന്നു, അതായത് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. പക്ഷേ നമുക്ക് വായിച്ചെടുക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. മുദ്രകളിൽ വളരെ കുറച്ച് ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അക്ഷരമാല ആയിരുന്നില്ല, ചിത്രലിപി ആയിരുന്നു. മുദ്രകളിലും മറ്റും കുറച്ച് ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ദീർഘമായത് 26 ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. 375 മുതൽ 400 വരെ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. വലത്ത് നിന്ന് ഇടത്തോട്ടായിരുന്നു എഴുതിയിരുന്നത്. പല വസ്തുക്കളുടെ മുകളിലും എഴുതിയിട്ടുണ്ടായിരുന്നു. മുദ്രകൾ, ചെമ്പ് ഉപകരണങ്ങൾ, പാത്രങ്ങളുടെ വക്കിൽ, അതുപോലെ തന്നെ കളിമൺ ഫലകങ്ങളിൽ, ആഭരണങ്ങളിൽ, അസ്ഥിദണ്ഡുകളിൽ, ഒരു പുരാതന ചൂണ്ട് പലക വരെ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം പരിശോധിക്കാം. How can we find out the social differences in Harappa? ഹാരപ്പയിലെ സാമൂഹ്യ വ്യത്യാസം എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 സ്കോറിനാണ് ചോദിച്ചിട്ടുള്ളത്. പലപ്പോഴായിട്ട് ഈ ചോദ്യം വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഉത്തരം എഴുതേണ്ടതെന്ന് പരിശോധിക്കാം. ട്രാക്കിംഗ് സോഷ്യൽ ഡിഫറൻസസ്. ആർക്കിയോളജിസ്റ്റ് ജനറലി യൂസ് certain strategies to find out social and economic differences amongst people living within a particular culture. This includes studying burials, looking for luxuries, studying burials and looking for luxuries. At burials in Harappan sites, the dead were generally laid in pits. Sometimes burial pits was made hollowed out spaces were lined with bricks. Some graves contain pottery and ornaments. Perhaps they believed life after death. Jewelry has been found in burials of both men and women. In some instances, dead were buried with copper mirrors. The Harappan did not believe in burying precious things with the dead. സാമൂഹ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തൽ. ഒരു സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ പുരാവസ്തു ശാസ്ത്രജ്ഞർ പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. 1. ശവസംസ്കാര രീതി പഠിക്കുക. 2. ആഡംബര വസ്തുക്കൾ കണ്ടെത്തുക. ശവസംസ്കാര രീതി. ഹാരപ്പയിലെ ജനങ്ങൾ മരിച്ചവരെ കുഴികളിലാണ് അടക്കിയിരുന്നത്. ചില കുഴികളിൽ ഇഷ്ടികകൾ പാകിയിരുന്നു. ചില കുഴികളിൽ മൺപാത്രങ്ങളും ആഭരണങ്ങളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരിക്കാം. ശവക്കുഴികളിൽ നിന്ന് ചെമ്പ് കണ്ണാടികൾ കണ്ടുകിട്ടിയിരുന്നു.
looking for luxuries. Another strategy to identify social differences is to study artifacts. Artifacts broadly divided into two, utilitarian and luxuries. Utilitarian include objects of daily use made easily out of ordinary materials such as stone or clay. This includes querns, pottery, needles, flesh rubbers, etc. Luxury items. Luxuries are rare or made from costly, non-local material or with complicated technologies. Different types of dwelling. The remains of different types of houses indicates that the social differences were existed in Harappan society. Big houses mean for the rich, while small houses were used by the poor section of the society. ആഡംബര വസ്തുക്കൾ കണ്ടെത്തൽ. ആഡംബര വസ്തുക്കൾ അപൂർവങ്ങളായവ, വില കൂടിയവ, പ്രാദേശികമായി നിർമ്മിച്ചവ അല്ലാത്തത്, സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചവ എന്നിങ്ങനെ ഉള്ളവയാണ് ആഡംബര വസ്തുക്കൾ എന്ന് പൊതുവെ പറയുന്നത്. വീടുകൾ. വ്യത്യസ്ത വലിപ്പത്തിലുള്ള വീടുകൾ അവരുടെ സാമൂഹ്യ വ്യത്യാസം കാണിക്കുന്നു. വലിയ വീടുകൾ പണക്കാരുടേതും ചെറിയവ പാവപ്പെട്ടവരുടെ വീടുകളും ആയിരുന്നു. അടുത്ത ചോദ്യം നമുക്ക് പരിശോധിക്കാം. സമ്മറൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് യൂസ്ഡ് ബൈ ദ ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ ജനത അവരുപയോഗിച്ച അളവ് തൂക്കങ്ങളെക്കുറിച്ചാണ് എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. ഹാരപ്പൻ വെയ്റ്റ്സ്, ഹാരപ്പ അളവ് തൂക്കങ്ങൾ. ഹാരപ്പൻസ് ഡെവലപ്ഡ് എ സിസ്റ്റം ഓഫ് വെയ്റ്റ്സ്. എക്സ്ചേഞ്ചസ് വെയർ റെഗുലേറ്റഡ് ബൈ പ്രിസൈസ് സിസ്റ്റം ഓഫ് വെയ്റ്റ്സ്. Weights were usually made of a stone called chapt, cubical in shape with no marking. Lower denomination of weights were binary. Binary means 1, 2, 4, 8, 16, 32. While the higher denomination followed the decimal system. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. Smaller weights were probably used for weighing jewelry and beads. Metal scale pan have also been found. ഹാരപ്പൻ ജനത അളവ് തൂക്ക് സമ്പ്രദായം വികസിപ്പിച്ചിരുന്നു. കൃത്യതയാർന്ന അളവ് തൂക്കങ്ങൾ കൊണ്ട് കൈമാറ്റം നിയന്ത്രിച്ചിരുന്നു. തൂക്കക്കട്ടികൾ നിർമ്മിച്ചത് തീക്കല്ല് എന്ന് വിളിക്കുന്ന കല്ലുകൾ കൊണ്ടായിരുന്നു. കോണാകൃതിയിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഒന്നും അടയാളപ്പെടുത്തിയിരുന്നില്ല. തൂക്കങ്ങളുടെ താഴ്ന്ന യൂണിറ്റ് ബൈനറിയിലായിരുന്നു കണക്കാക്കിയിരുന്നത്. 1, 2, 4, 8, 16, 32 ഇങ്ങനെ ആയിരുന്നു. എന്നാൽ തൂക്കങ്ങളുടെ ഉയർന്ന യൂണിറ്റ് കണക്കാക്കിയിരുന്നത് ഡെസിമൽ സമ്പ്രദായത്തിലായിരുന്നു. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നിങ്ങനെ. ചെറിയ യൂണിറ്റുകൾ ഉപയോഗിച്ചിരുന്നത് ആഭരണങ്ങൾ തൂക്കാൻ വേണ്ടിയായിരുന്നു. ലോഹം കൊണ്ടുള്ള ത്രാസ് കണ്ടുകിട്ടിയിരുന്നു. Write any 4 reasons for the decline of Harappan culture. ഹാരപ്പൻ സംസ്കാരം നശിക്കാനുള്ള ഒരു 4 കാരണങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെയാണ് ആ 4 കാരണങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഉത്തരം എഴുതേണ്ടത് എന്ന് പരിശോധിക്കാം. കോസസ് ഓഫ് ദ ഡിക്ലൈൻ. ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ് നശിച്ചത്? ക്ലൈമാറ്റിക് ചേഞ്ച്, ഡീഫോറസ്റ്റേഷൻ, എക്സസീവ് ഫ്ലഡ്സ്, ഷിഫ്റ്റിംഗ് ഓഫ് റിവേഴ്സ്, ഡ്രൈയിങ് അപ്പ് ഓഫ് റിവേഴ്സ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ: കാലാവസ്ഥ മാറ്റം, വനനശീകരണം, പ്രളയങ്ങൾ, നദികളുടെ ഗതിമാറ്റം, നദികൾ വറ്റി വരേണ്ടത്. ചില കേന്ദ്രങ്ങൾ നശിക്കാൻ ഇവ കാരണമായിട്ടുണ്ടെങ്കിലും ഈ സംസ്കാരം ഒട്ടാകെ നശിക്കാൻ ഇവ കാരണമാണെന്ന് കരുതാൻ കഴിയില്ല. ഹാരപ്പൻ കേന്ദ്രങ്ങളെല്ലാം ഏകീകരിച്ചിരുന്ന ശക്തി അപ്രത്യക്ഷമായതായിരിക്കാം ഹാരപ്പൻ സംസ്കാരം ശിഥിലീകരിക്കാൻ കാരണം. This is evident that disappear of seal, the script, beads and pottery, shifting from standard weight system to the use of local weights and decline and abandon of cities. സീലുകൾ, ലിപി, മുത്തുകൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവ അപ്രത്യക്ഷമായതും
ക്രമീകൃത തൂക്കക്കട്ടികൾക്ക് പകരം പ്രാദേശിക തൂക്കക്കട്ടികളിലേക്കുള്ള മാറ്റവും നഗരങ്ങളുടെ പതനവും ഉപേക്ഷിക്കലുമെല്ലാം ഇതിന് തെളിവാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. തുടർന്നുള്ള അധ്യായങ്ങളുടെ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.